ഇന്ന് രാത്രി സത്യവചനവുമായി നിങ്ങളുടെ മധ്യേ ഞാനായിരിക്കുമ്പോൾ സ്തോത്രം, ലോകം മുഴുവൻ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. ഒരു നാളുകൾ എന്നല്ലെങ്കിൽ ഒരു കാലഘട്ടം എന്ന് വേണേൽ പറയാം. അനിശ്ചിതത്വം നിലനിൽക്കുന്ന ലോകത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലോകം മുഴുവൻ വിലാപങ്ങളുടെ ശബ്ദം കേൾക്കുകയാണ്. ലോകത്തിൽ പല രാജ്യങ്ങളിലും ആഭ്യന്തര യുദ്ധങ്ങളും അത് കൂടാതെ ബാഹ്യമായ ശക്തമായ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. തുടർച്ചയായി വർഷങ്ങൾ തുടർച്ചയായി നടക്കുന്ന യുദ്ധങ്ങൾ. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുക. മാസങ്ങൾ പിന്നിട്ട് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തുടരുകയാണ്. വിലാപങ്ങൾ, ആമേൻ, എല്ലാ മേഖലകളിലും ഭയങ്കരമായ വിലാപങ്ങൾ കേൾക്കാം. അലറിക്കരയുന്ന അമ്മമാരുടെ ശബ്ദം കേൾക്കാം. സ്തോത്രം. ആഭ്യന്തര പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ സംസ്കാരമുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, എല്ലാ മേഖലകളിലും വലിയ ശബ്ദം കേൾക്കാം. നിലവിളിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ കൃപയുള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു കാര്യം വ്യക്തമായി അറിയാം: എൻ്റെ പ്രാണനാഥൻ്റെ വരവ് വാതുക്കൽ. ആമേൻ. യേശുവിൻ്റെ വരവ് വാതുക്കൽ. ഹല്ലേലൂയ. ലോകത്തിന് എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് അവൻ അകത്ത് ഉറപ്പുള്ളവർ, അത് ആത്മാവിൽ തിരിച്ചറിയുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. ഇന്ന് രാത്രി അതിനകത്തുനിന്ന് തെരഞ്ഞെടുത്തൊരൊറ്റ പദം നിങ്ങളോട് പറയാം: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രികാലം യേശു ക്രിസ്തു പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ. ആമേൻ. യോഹന്നാൻ 12:32, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഇന്ന് രാത്രി എല്ലാ കണ്ഠനാളങ്ങളിൽ നിന്ന്, എല്ലാ അധരങ്ങളിൽ നിന്ന് യേശുവേ എന്നുള്ളൊരു ശബ്ദം ഉയരുമ്പോൾ, യേശുവിൻ്റെ നാമം വെള്ളറടിയിൽ ഉയരുമ്പോൾ സകലരെയും ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്ന ഒരു ദൈവശക്തി ഇവിടെ വ്യാപരിക്കുക. എല്ലാ തരങ്ങളും അവൻ അടുത്തിരിക്കുന്നവർക്ക് ആത്മീയ ചലനമുണ്ടാക്കുന്ന, അടുത്തിരിക്കുന്നവരിലേക്ക് പകരപ്പെടുന്ന ഒരു ആരാധന. സന്തോഷത്തോടെ, മനസ്സ് നിറഞ്ഞ്, ആത്മശക്തിയോടെ. ആമേൻ. എവിടെ സുവിശേഷം പ്രസംഗിക്കുന്നോ അവിടെ പാപികൾ മാനസാന്തരപ്പെടും. എവിടെ ദൈവവചനം പ്രസംഗിക്കുന്നുവോ അവിടെ രോഗികൾ സൗഖ്യമാകും. എവിടെ ദൈവവചനം പ്രസംഗിക്കുന്നുവോ അവിടെ ഭൂതങ്ങൾ, അന്ധകാര ശക്തികൾ അലറി ശരീരങ്ങളെ വിട്ട്, ദേശം വിട്ട്, കുടുംബം വിട്ടുപോകും. എവിടെ ദൈവവചനം പ്രസംഗിക്കുന്നുവോ അവിടെ അത്ഭുതങ്ങളുണ്ട്, അവിടെ അടയാളങ്ങളുണ്ട്. വിശ്വാസികൾ ശക്തിപ്പെടുന്ന, അനേകർ അഭിഷേകത്തിൽ നിറയുന്ന സത്യവചനത്തിന്റെ ശുശ്രൂഷ. ആമേൻ. എന്താ സുവിശേഷം? നല്ല വാർത്ത. എന്താ സുവിശേഷം? മനസ്സിനെ തണുപ്പിക്കുന്ന വാർത്ത. എന്താ സുവിശേഷം? മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന വാർത്ത. എന്താ സുവിശേഷം? നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന വാർത്ത. ആത്മഹത്യക്ക് വേണ്ടി മനസ്സ് നീറി തകർന്ന് ഇനി ജീവിതം വേണ്ടെന്ന് പറയുന്നവരോട് അല്ല, നിനക്കൊരു ഭാവി ഉണ്ടെന്ന് പറയുന്നതാണ് സുവിശേഷം. അവൻ കടഭാരത്താൽ നിറഞ്ഞ് നാളെ ഇവിടെ നീളകളിൽ എങ്ങനെ നേരം വെളുപ്പിക്കും എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നീ കണ്ടിട്ടില്ലാത്ത വാതിലുകൾ തുറന്ന് നിന്നെ മാനിക്കുന്നതാണ് സുവിശേഷം. ഇന്ന് രാത്രി അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന, നന്മയുടെ വാതിലുകൾ തുറക്കുന്ന, ഇന്ന് രാത്രി ആ സുവിശേഷത്തിന്റെ ശക്തി ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് സുവിശേഷത്തിന്റെ ശക്തി. തലമുറയോർത്ത് അലമുറയിട്ട് കരയുന്ന അമ്മമാർക്ക്, അപ്പന്മാർക്ക് ആശ്വാസത്തിന്റെ ദൂതമായി നിന്റെ തലമുറയെ തൊടുന്ന ദൈവവചന ശക്തി. അവൻ സുവിശേഷം എന്ന് പറയുന്നത് അത് ദേശത്തിൻ്റെ വിടുതലാണ്, അത് ദേശത്തിൻ്റെ നന്മയാണ്, അത് കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ്. ഇന്ന് രാത്രി ഇവിടെ ഇത് പ്രസംഗിക്കുവാൻ ഇതിന് ക്രമീകരണം ദൈവം ഇതിനു വേണ്ടി ഒരുക്കി. ഈ ദേശത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടി വരുത്തിയ കർത്താവ് തരുന്ന നന്മയോർത്ത്, ഈ അനുഗ്രഹം, ഈ സന്തോഷമോർത്ത് എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ഒരു വലിയ നന്മ, ഒരു ഉത്സവം, ആത്മീയ ഉത്സവം. അവൻ ഹല്ലേലൂയ. കഴിഞ്ഞ ഞായറാഴ്ച ഹോശാന ഞായറാഴ്ചയായിരുന്നു. ആമേൻ. നാളെ കഴിഞ്ഞ് പെസഹ വ്യാഴാഴ്ചയാണ്, വട്ടയപ്പം പുഴുങ്ങുന്ന ദിവസം.
ഇൻട്രിയപ്പം എന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മുകളിൽ പീലാത്തോസ് എഴുതി വെച്ച INRI, സത്യത്തിൽ അത് INRI അല്ല, JNRJ ആണ്. ജീസസ് നസറേത്ത് റെക്സ് ജൂഡ് എന്ന I എന്ന അക്ഷരം സത്യത്തിൽ J ആണ്. നമ്മുടെ പലരും അത് I ആക്കിയിട്ട് INRI ഒരുമിച്ച് ഇൻട്രി എന്ന് വായിച്ചിട്ട് വ്യാഴാഴ്ച ദിവസം കഴിഞ്ഞ ഞായറാഴ്ച കിട്ടിയ കുരുത്തോല കത്രിക കൊണ്ട് വെട്ടി ഇംഗ്ലീഷ് അക്ഷരമാക്കി പിഞ്ഞാണത്തിനകത്ത് മാവ് കോരി ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ ഓല കൊണ്ട് INRI എന്നുണ്ടാക്കും. INRI ഒരുമിച്ച് വായിക്കുമ്പോൾ ഇൻട്രി, പുഴുങ്ങിയെടുക്കുമ്പോൾ അതിൻ്റെ പേരാണ് ഇൻട്രി അപ്പം. അങ്ങനൊരു സംഭവമേ ഇല്ല. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ മുകളിൽ എഴുതി വെച്ചത് ഒരു പാഴ്വാക്കല്ല. ആമേൻ. ജീസസ് നസറേത്ത് റെക്സ് ജൂഡ്, നസ്രയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. ആമേൻ. യഹൂദന്മാർ പറഞ്ഞു ഇങ്ങനെ അല്ല എഴുതണ്ടേ, പിന്നെ എങ്ങനെ എഴുതണം? അവൻ യഹൂദന്മാരുടെ രാജാവെന്ന് സ്വയം പ്രഖ്യാപിച്ചെന്ന് എഴുതണം. അവൻ അവിടെ എഴുതിയവർ, ആ കലാകാരന്മാർ അവിടെ നിൽപ്പുണ്ട്. അവൻ എഴുതിയ മഷി അവിടെ ഉണ്ട്, പെയിന്റ് ഉണ്ട്, എഴുതാൻ ആൾക്കാരുണ്ട്, ആജ്ഞാപിക്കാൻ പീലാത്തോസ് ഉണ്ട്. എല്ലാം അവിടെ ഉണ്ടെങ്കിലും പീലാത്തോസ് പറഞ്ഞു തിരുത്തില്ല, എഴുതിയതോ എഴുതി. അതെന്താ പീലാത്തോസ് നീ അങ്ങനെ പറഞ്ഞത്? കൃപയുള്ളവർ വേണമെന്ന് ആരാധിച്ചോ? ദൂത് പറയാ ഞാൻ. അവൻ മഷി പീലാത്തോസിൻ്റെയാ, എഴുത്തുകാരൻ്റെ ശമ്പളം പീലാത്തോസാ കൊടുത്തത്, എഴുതിയവരാ നാട്ടുകാരാ. പക്ഷേ അത് എഴുതിപ്പിച്ചത് പരിശുദ്ധാത്മാവാ, അത് എഴുതിപ്പിച്ചത് സ്വർഗമാ. അതുകൊണ്ട് തിരുത്താൻ പറ്റില്ല. ഇനി ഒരു ദൂത് ഞാൻ പറയാം. കൃപയുള്ളവർക്ക് ഇരുന്നുണ്ട് എഴുന്നേറ്റ് നിന്നോ ആത്മാവിൽ ആരാധിക്കാൻ ഒരു ദൂത് പറയാം. ലോകം എന്തെല്ലാം എഴുതട്ടെ, സോഷ്യൽ മീഡിയകൾ എന്തെല്ലാം എഴുതട്ടെ, ഇതിൻ്റെ അയൽപക്കക്കാർ നിന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതട്ടെ, ഇതിൻ്റെ രക്തബന്ധങ്ങൾ നിനക്ക് വിരോധമായി എഴുതട്ടെ, നീ കേട്ടിട്ടില്ലാത്തത് കണ്ടിട്ടില്ലാത്തത് മുഴുവൻ എഴുതട്ടെ, എന്നാൽ തമ്പുരാൻ നിന്നെക്കുറിച്ച് എഴുതിയത് തിരുത്താൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയില്ലെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുമ്പോൾ, ഓ കൃപയുള്ളവർ ആരാധന ഉയരട്ടെ. അവൻ ഈ ലോകം എഴുതുന്നതല്ല നിന്നെ കുറിച്ച്, ദൈവം എഴുതുന്നത്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഫിലിപ്പിയിലെ കൈസരിയിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുമായി ഇരിക്കുമ്പോൾ, ആമേൻ, യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, ജനം എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഹല്ലേലൂയ. സത്യദൈവം, സകലത്തെയും വാക്കിനാൽ ഉളവാക്കുന്ന ദൈവം അങ്ങനെ ചോദിക്കുമോ? എന്നെക്കുറിച്ച് നാട്ടുകാരെന്ത് പറയുന്നു? ആമേൻ. 33.5 വർഷം ഭൂമിയിൽ മാനവരാശിയുടെ രക്ഷകനായി വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട 39 അത്ഭുതങ്ങൾ അല്ല, 39,000 കൂടുതൽ ചെയ്തിട്ടുണ്ടാകും. ആമേൻ. പാപം, എൻ്റെ പാപം, ഞാൻ ചെയ്ത പാപം വിളിച്ചു പറയാൻ ധൈര്യമുണ്ടോ എന്ന് ലോകത്തോട് ചോദിക്കാൻ പ്രാഗൽഭ്യമുള്ള എൻ്റെ പ്രാണനാഥനായ യേശു.